നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവരാത്രിക്കാലത്തിന്റെ നിറവിൽ നാടും നഗരവും. മഹാനവമിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജവയ്പും നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവം നടന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഉത്സവത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യം. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി. 90ന്റെ പടിവാതിലെത്തിയ കല്യാണിയമ്മയ്ക്ക് കൃഷി ജീവൻ. വീട്ടുപറമ്പിനോട് ചേർന്ന് ചെയ്ത നെൽകൃഷി കൊയ്തു തുടങ്ങി. ഇറിഗേഷൻ വകുപ്പിലെ പെൻഷനേഴ്സ് കൂട്ടായ്മയായ സ്മൃതി മധുരം സംഗമം നടത്തി. വിവിധ കലാകായിക പരിപാടികളും നടന്നു. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. BJP കോടം വേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ നവരാത്രി കാലത്തിന്റെ നിറവിലാണ് നാടും നഗരവും. നവരാത്രി നാളുകളിലെ പുണ്യദിനമായ മഹാനവമിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജവയ്പും നടന്നു. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും വീടുകളിലും സരസ്വതിയെ ധ്യാനിച്ചു. പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും പൂജ വെച്ചു. അക്ഷരോപാസകർക്കും വിവിധ കലോപാസകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവരാത്രി കാലം. നവരാത്രി നാളുകളിൽ വ്രതം നോറ്റ് വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുകയും വിദ്യാദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാനവമി ദിനത്തിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ പണിയായുധങ്ങളും വിവിധ കലകൾ അഭ്യസിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നു. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും ഇന്നലെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ഫാക്ടറികളിലും തൊഴിലിടങ്ങളിലും ആയുധപൂജ നടന്നു. മഹാനവമി ദിനമായ ഇന്നും ആയുധപൂജകളടക്കം നടന്നു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ആയുധപൂജ ഭക്തിയുടെ നിറവിലും നടന്നു. പൂജാ ചടങ്ങുകൾക്കായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. മഹാനവമി ദിനത്തിൽ കാസർഗോഡ് കൊറക്കോട് ആര്യാകാർത്യായനി ക്ഷേത്രം, ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രം, മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം തുടങ്ങി ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയുധപൂജ, ലക്ഷ്മി പൂജ ചടങ്ങുകൾ നടന്നു. കലശപ്രതിഷ്ഠ, മഹാപൂജ, കലശവിസർജനം, പ്രസാദ വിതരണം ചടങ്ങുകളും നടക്കും. മിക്ക ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലുമെല്ലാം വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാനവമിയോടനുബന്ധിച്ച് KCN ചാനലിൽ ആയുധപൂജയും ലക്ഷ്മി പൂജയും നടത്തി. ഗുരുരാജ് ഹൊള്ള ബായാർ, കാർത്തിക് അടിക എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത്. കാസർഗോഡ് KCN ചാനൽ ഓഫീസിൽ മഹാനവമിയോടനുബന്ധിച്ച് ആയുധപൂജയും ലക്ഷ്മി പൂജയും നടത്തി. ഗുരുരാജ് ഹൊള്ള ബയാർ, കാർത്തിക് അടിക എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത്. പൂജയ്ക്ക് ശേഷം പ്രസാദ വിതരണം നടന്നു. KCN ഡയറക്ടർമാരായ ദിവാകര മീപ്പുകുരി, പുരുഷോത്തം M നായക്, ലോകേഷ് മീപ്പുകുരി, ഷുക്കൂർ കോളിക്കര, ബഷീർ എന്നിവർ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരും KCN സ്റ്റാഫ് അംഗങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ പുഷ്പരഥോത്സവം നടന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദേവിയുടെ പുഷ്പരഥോത്സവത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയത്. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങിനായി ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ രഥം ക്ഷേത്രത്തെ വലം ചുറ്റി.
3 തവണ ക്ഷേത്രം വലം വയ്ക്കുന്ന ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ രഥത്തിൽ നിന്നും നാണയത്തുട്ടുകൾ ഭക്തർക്കിടയിലേക്ക് വലിച്ചെറിയുന്നു. ഇവ സ്വന്തമാക്കാൻ ഓരോ കൈകളും വാനിലേക്ക് ഉയരുമ്പോൾ അത് നയനമനോഹര കാഴ്ചയായി മാറുന്നു. നവരാത്രി നാളുകളിൽ മലയാളികൾ അടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കൊല്ലൂരിലേക്ക്. ക്ഷേത്രം മുഖ്യതന്ത്രി നിത്യാനന്ദ അടിഗയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത്. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിലും സമീപത്തുമായി 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് എഴുത്തുനിരത്തൽ ചടങ്ങ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് കുരുന്നുകൾ അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യാക്ഷരം കുറിക്കും. വൈകിട്ട് വിജയരഥോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലൂർ. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച പെർള ഇടിയടുക്ക ശ്രീക്ഷേത്ര അന്നപൂർണ ഹാളിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ക്ഷീരസംഗമം രാവിലെ 10:30 മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്നും വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8-ന് സംഘാടക സമിതി ചെയർമാൻ കെ സദാനന്ദ ഷെട്ടി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. 9 മണിക്ക് ക്ഷീരോത്പന്ന നിർമ്മാണ പ്രദർശനം എൻമകജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JS സോമശേഖര ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ക്ഷീരവികസന സെമിനാറിൽ സാങ്കേതിക രംഗത്തെ വിദഗ്ധർ വിഷയാവതരണം നടത്തും. രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ൽ പരം ക്ഷീര കർഷകർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് MP കെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരിക്കും. MLA-മാരായ ഇ ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മിൽമ ചെയർമാൻ KS മണി, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ, മിൽമ ഡയറക്ടർ PP നാരായണൻ എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വകുപ്പ് മേധാവികളും ജില്ലയിലെ വിവിധ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റുമാരും പങ്കെടുക്കും. വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 2025-26 വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ക്ഷീര കർഷക സംഗമം ഈ തവണ നടത്തുന്നത് മഞ്ചേശ്വരം ബ്ലോക്കിലെ പെർള ക്ഷീരസംഘത്തിൻ്റെ ആതിഥ്യത്തിലാണ്. അത് നടക്കുന്നത് ഒക്ടോബർ 3-ാം തീയതി. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർകളാണ്. അധ്യക്ഷനായിട്ടുള്ളത് ശ്രീ AKM അഷ്റഫ് MLA ആണ്, മഞ്ചേശ്വരം MLA. ബഹുമാനപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ MLA-മാരായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖർ, ശ്രീ NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അവർകൾ, ശ്രീ M രാജഗോപാലൻ എന്നിവരെല്ലാവരും പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തല ഉദ്യോഗസ്ഥരും മറ്റുള്ള വിശിഷ്ട വ്യക്തികളും, കേരള ഫീഡ്സിൻ്റെ പ്രതിനിധികൾ, മിൽമ പ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ഫംഗ്ഷനാണ്. ജില്ലാ ക്ഷീരകർഷക സംഗമം നടത്തുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും കൂടെ കൈകോർത്ത് പിടിച്ച് നമ്മുടെ തന്നെ സഹോദര സ്ഥാപനങ്ങളായ മിൽമ, കേരള ഫീഡ്സ്, മൃഗസംരക്ഷണ വകുപ്പ് എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത്. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഉഷാദേവി, മിൽമ ഡയറക്ടർമാരായ PP നാരായണൻ, കെ സുധാകരൻ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ കല്യാണി നായർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് സിജോൺ ജോൺസൺ, ക്ഷീരവികസന ഓഫീസർമാരായ V മനോഹരൻ, S അജയൻ, ക്ഷീരസംഘം പ്രസിഡന്റ് A നാരായണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി. സംഭവത്തിൽ സംസ്ഥാനത്തെ LDF സർക്കാർ കാട്ടിയത് നെറികെട്ട നടപടിയാണെന്നും പ്രകടനത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് കേരള പോലീസിന്റെ ഇടപെടലെന്ന് ആരോപിച്ചാണ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്.
കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, C രവി, PV കണ്ണൻ മാസ്റ്റർ, KP ദിനേശൻ, K ശ്രീധരൻ മാസ്റ്റർ, M രജീഷ് ബാബു, V സജീവൻ, K അശോകൻ, VV അനിൽകുമാർ, K പത്മനാഭൻ, PV പത്മജ, KV ജതീന്ദ്രൻ, E രാജേന്ദ്രൻ, AG കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപ്പുവെള്ളം കയറിയത് കൊയ്യോങ്കര പാടശേഖരത്തിലെ എടാട്ടുമ്മലിൽ ഉൾപ്പെടെ നെൽകർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ 90ന്റെ പടിവാതിലിലെത്തിയ എടാട്ടുമ്മലിലെ മാമുനി കല്യാണിയമ്മ വീട്ടുപറമ്പിനോട് ചേർന്ന് ചെയ്ത നെൽകൃഷി കൊയ്തു തുടങ്ങി. പൊരുതി നേടിയ നെൽക്കതിർ സ്വർണ്ണവർണ്ണമണിഞ്ഞത് അവർക്ക് നൽകുന്ന ആഹ്ലാദം ചെറുതല്ല. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലെ ഹെക്ടർ കണക്കിന് നെൽവയലുകളിൽ ഇത്തവണ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കൃഷി ഇറക്കിയത്. കുണിയൻപുഴയിലെ അശാസ്ത്രീയ തടയണ നിർമ്മാണത്തിൽ ഉപ്പുവെള്ളം കുത്തിയൊലിച്ച് വയലുകൾ നിറഞ്ഞതാണ് പഞ്ചായത്തിന്റെ വടക്കേതിരയിലുള്ള ഇയക്കാട് പാടശേഖരം മുതൽ എടാട്ടുമ്മൽ കിഴക്കേക്കര വരെയുള്ള ഭാഗങ്ങളിൽ കർഷകർ ഇത്തവണ കൃഷി ഇറക്കാതിരുന്നത്. അങ്ങ് ഇയക്കാട്ട് വരെയുണ്ട്. കുണിയമ്പാലത്തിൻ്റെ അടുക്ക ആ റോഡിന് തന്നെ എൻ്റെ സ്ഥലമാണ്. അവിടെ ഉപ്പുവെള്ളം കയറിയിട്ട് ചെയ്യാനാണില്ല. അതുകൊണ്ട് ഞാറിട്ട് വീട് പണിയെടുത്തു. എന്നാലും എനിക്കിത് വേണ്ടാന്ന് വെക്കാനാവില്ല. കൃഷി എടുക്കുന്നായിരുന്നു. അവിടെയാണ് പരമ്പരാഗതമായി തൻ്റെ സിരകളിലെ ചോരയിൽ അലിഞ്ഞു ചേർന്ന നെല്ലിന്റെ മണം മാമുനി കല്യാണിയമ്മയെ ഊന്നുവടിയുടെ സഹായത്തിൽ കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചത്. 90ാമത് വയസ്സിലേക്ക് കാൽനീട്ടിയ ഈ വയോധിക നാടൻ നെൽവിത്തുകളായ ഉമ, നമ്പ്യാരമ്മ എന്നിവയ്ക്കൊപ്പം വെറൈറ്റി ഇനമായ പൊന്നിയും വീടിനോട് ചേർന്നുള്ള 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു. വയലിൽ കൃഷിയിറക്കാൻ ഒരുക്കിയ ഞാറ് വീടിന്റെ പറമ്പിൽ ചെയ്യുകയായിരുന്നു. തന്റെ 18ാമത് വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണിയമ്മ കൃഷിപ്പണി. എടാട്ടുമ്മൽ പാടശേഖരത്തുള്ള 1 ഏക്കർ നെൽവയലിൽ പതിറ്റാണ്ടുകളായി 3 വിള നെൽകൃഷി എടുത്തിരുന്നതാണ്. എന്നാൽ ഇത്തവണ വേനലിൽ ഉപ്പുവെള്ളം കയറി നാശം വന്നുവെങ്കിൽ മഴ ശക്തമായതോടെ വെള്ളം കയറിയാൽ ഇറങ്ങാൻ മാർഗമില്ലാതായി. ഇതാണ് ഇവർ വീട്ടുവളപ്പിൽ നെൽകൃഷി ചെയ്യാൻ തിരഞ്ഞെടുത്തത്. ഊന്നുവടി കുത്തി കൃഷിപ്പണികൾ ചെയ്തു വരുന്ന കല്യാണിയമ്മയ്ക്ക് മകൻ രാജേഷും കുടുംബവുമാണ് സഹായവുമായി കൂടെയുള്ളത്. നെൽകൃഷി കഴിഞ്ഞ ഉടൻ വിവിധ തരം പച്ചക്കറി കൃഷിയും എല്ലാ വർഷവും കല്യാണിയമ്മ ചെയ്യുന്നുണ്ട്. തൻ്റെ മനസ്സും മണ്ണും നെല്ലും വയലും ചേർന്നതാണ് തൻ്റെ ജീവനും ജീവിതവും എന്ന തിരിച്ചറിവിൽ ഉറച്ചുനിന്ന് വീട്ടുമുറ്റത്ത് നൂറുമേനി വിളയിച്ച മാമുനി കല്യാണിയമ്മയുടെ കരുത്ത് നാടിനും കർഷകർക്കും ഒരു കൃഷിപ്പാടം തന്നെയാണ്. 200 ഏക്കറിലധികം വരുന്ന തൃക്കരിപ്പൂരിലെ കോയങ്കര, എടാട്ടുമ്മൽ, ഇയക്കാട് പാടശേഖരങ്ങളിൽ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗത്തെ നെൽകൃഷി പൂർണ്ണമായും നിലക്കുമെന്നുറപ്പാണ്. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ ഇറിഗേഷൻ വകുപ്പിലെ പെൻഷനേഴ്സ് കൂട്ടായ്മയായ സ്മൃതി മധുരത്തിന്റെ നേതൃത്വത്തിൽ വലിയ പറമ്പ് ഇടയിലക്കാട്ടിൽ അംഗങ്ങളുടെ സംഗമം നടത്തി. മുതിർന്ന അംഗങ്ങൾക്ക് ആദരവും വിവിധ കലാകായിക പരിപാടികളും നടന്നു. ജലസേചന വകുപ്പിൽ വർഷങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരും വിരമിച്ചവരുമാണ് ഇടയിലക്കാട്ടിലെ സൗത്ത് പാരസസ് നാച്ചുറൽ റിസോർട്ടിൽ ഒത്തുചേർന്നത്. കൂട്ടായ്മയിലെ PM സുരേഷ് കുമാർ രചിച്ച സ്വാഗതഗാനത്തിന് ഹരിപ്രസാദും സൗമ്യയും സംഗീതം നൽകി. ഉദ്യോഗസ്ഥരിൽ മുതിർന്നവരായ K ശശിധരൻ, T പത്മനാഭൻ, PC രാധാകൃഷ്ണൻ, K സുശീല, M ജാനകി എന്നിവരെ ആദരിച്ചു. AP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. PU രാമകൃഷ്ണൻ അംഗങ്ങളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സർവീസിലുള്ള അനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു. വിവിധ കലാകായിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംവാദം സംഘടിപ്പിച്ചു. വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള മികച്ച വേദിയായി സംവാദ മത്സരം മാറി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംവാദ മത്സരം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം വിദ്യാർത്ഥികൾ വിമർശനാത്മക ചിന്തയും പ്രസംഗ നൈപുണ്യവും പ്രദർശിപ്പിച്ചു. സെപ്റ്റംബർ 26 ശനിയാഴ്ചയാണ് ഓഡിറ്റോറിയത്തിൽ സംവാദ മത്സരം സംഘടിപ്പിച്ചത്. രാവിലെ 10:30 ആരംഭിച്ച പരിപാടി ഉച്ചയ്ക്ക് 12:15 സമാപിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തം കണ്ടു. കേരളത്തിലെ വാർഷിക സ്കൂൾ അവധികൾ ഒരു പരിവർത്തനമോ പാരമ്പര്യമോ എന്നായിരുന്നു സംവാദത്തിലെ പ്രധാന വിഷയം. പ്രിൻസിപ്പൽ റവറേറ്റർ ഫാദർ KC മാത്യുവിൻ്റെ നേതൃത്വത്തിൽ സംവാദം ചിട്ടയായും ആകർഷകമായും നടന്നു. പ്രമേയത്തെ അനുകൂലിച്ച് ബ്ലൂ ഹൗസും യെല്ലോ ഹൗസും, പ്രമേയത്തെ എതിർത്ത് ഗ്രീൻ ഹൗസും റെഡ് ഹൗസും എന്നിങ്ങനെ 2 ടീമുകളായി പങ്കെടുത്തു. ഇൻഫന്റ് ജീസസ് സ്കൂൾ മോഡറേറ്റർ
റവറേറ്റർ ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ, മാനേജർ ന്യായാധിപന്മാർ ശ്രീ ഭഗവതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മാലതി എം, കാളിയൂർ സെന്റ് ജോസഫ് സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ കാനല സിസ്റ്റർ ജാസ്മിൻ, മഞ്ചേശ്വരം ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഹൗസ് കോർഡിനേറ്റർ സിസ്റ്റർ അർച്ചന, അഡ്മിനിസ്ട്രേറ്റർ റവറേറ്റർ ഫാദർ മനു എന്നിവർ നേതൃത്വം വഹിച്ചു. റെഡ് ഗ്രീൻ ഹൗസുകൾ 1-ാം സ്ഥാനവും ബ്ലൂ യെല്ലോ ഹൗസുകൾ 2-ാം സ്ഥാനവും നേടി. ചിന്ത വികസിപ്പിക്കാനും ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും സംവാദത്തിൽ ഏർപ്പെടാനും ഇത് വിദ്യാർത്ഥികൾക്ക് വിലയേറിയ അവസരം നൽകി. ചടങ്ങിൽ സിസ്റ്റർ പ്രിയങ്ക നന്ദി പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ വനിതാ ലീഗിന്റെ 15 ശാഖാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തതിന് പിന്നാലെ പഞ്ചായത്ത് കൗൺസിൽ യോഗവും ചേർന്ന് നിലവിലെ കമ്മിറ്റിയിലെ ഒഴിവുകൾ നികത്തി പുനഃസംഘടിപ്പിച്ചു. യോഗം ജില്ലാ പ്രസിഡന്റ് മുംതാസ് സെമീറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാ ശാഖാ കമ്മിറ്റികളും വനിതാ ലീഗ് പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. തട്ടമിട്ട പെണ്ണുങ്ങളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ച അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തനം നടത്തുവാൻ നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ പാർട്ടിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ആയിഷ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നജ്മ ഖാദർ, മണ്ഡലം ട്രഷറർ ആയിഷ ഇക്ബാൽ, മുസ്ലിം ലീഗ് നേതാക്കളായ TM ഇക്ബാൽ, KA അബ്ദുള്ള കുഞ്ഞി, അൻവർ ചെരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, PM കബീർ, മുഹമ്മദ് കുന്നിൽ, നൂറുദ്ദീൻ കോട്ടക്കുന്ന്, കരീം ചൗക്കി, MA നജീബ് എന്നിവർ പ്രസംഗിച്ചു. അസ്മിന ഷാഫി സ്വാഗതവും ഷായില ഇംതിയാസ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ആയിഷ അബ്ദുൾ റഹ്മാനെ പ്രസിഡന്റായും ഷായില ഇംതിയാസിനെ ജനറൽ സെക്രട്ടറിയായും അസ്മിന ഷാഫിയെ വർക്കിംഗ് സെക്രട്ടറിയായും സെമീന സിദ്ദിഖ് ബേക്കലിനെ ട്രഷററായും സുഹറ കരീം, അർഫാന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഖദീജ അബ്ദുൾ ഖാദർ, സമൂന ബണ്ടി എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് JCI അലംനൈ ക്ലബ്ബ് നാഷണൽ ചെയർമാൻ സോൺ 19 സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി രാജ് റെസിഡൻസി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് JCI അലംനി ക്ലബ്ബ് നാഷണൽ ചെയർമാൻ സോൺ 19 സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി രാജ് റെസിഡൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. പരിപാടി നാഷണൽ ചെയർമാൻ അഞ്ജലി ഗുപ്തബത്ര ഉദ്ഘാടനം ചെയ്തു. We all are a leader. We all are a dreamer. We all are change maker. That's why we are here. And one most important thing. Sometime I heard about this point. JEC is the competitor of the JCI. I clear here. We all are not competitor of our organization, JCI. We all are a supporter, JCI. See, when you see my name, Anjali Gupta Batra, why my name is here? I born in a Gupta family, and after Gupta family, I am the Batra family. I learned so many things in the Gupta family. Now I am delivered in the Batra family. Same, I learned so many things in the JCI. Now I deliver in the JEC. So this is the main important thing. Yeah, clap. And if I am talking about myself, I am not sharing here any writing speech. I am sharing my views, my experience. സോൺ 19 ചെയർമാൻ സുരേഷ് നാരായണൻ അധ്യക്ഷനായി. ചടങ്ങിൽ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. മുൻ നാഷണൽ ചെയർമാൻ പ്രമോദ് കുമാർ, സോൺ പ്രസിഡന്റ് ജസിൻ ജയൻ, മുൻ ചെയർമാൻ P സനിൽ, ബോർഡ് ഡയറക്ടർമാരായ CP പ്രമോദ്, C മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ PP രഞ്ജിത് കുമാർ സ്വാഗതവും P സത്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. അഡോട്ട് AKG മന്ദിരത്തിലാണ് കൺവെൻഷൻ നടന്നത്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. കുട്ടികളോട് നമുക്ക് വലിയ സ്നേഹമാണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്നാണ് മധുസൂദനൻ നായർ പാടിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയും, നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കും, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമാർ മക്കളോട് എന്താ പറയല്? നോക്കി നടക്കണമെന്നോ അല്ലെങ്കിൽ നോക്കിയിട്ട് റോഡ് കടക്കണമെന്നോ
എന്നെങ്കിലും പറയാതെ ഒരമ്മമാരും ഉണ്ടാവില്ല. അങ്ങ് പാലസ്തീനിൽ അവിടുത്തെ അമ്മമാർ പറയുകയാണ് മക്കളോട്, റോഡ് നോക്കി നടക്കണമെന്നല്ല പറയുന്നു, വഴി നോക്കി നടക്കണമെന്നല്ല പറയുന്നത്. അവിടുത്തെ അമ്മമാർ പറയുന്നത് മക്കളോട് മാനം നോക്കി നടക്കണം എന്നാണ്. അതെന്താ മാനം നോക്കി നടക്കാൻ പറയുന്നത്? അടുത്ത നാളിൽ ഏതാണ്ട് 485 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അടുത്ത നാളിൽ ഏതാണ്ട് 67,000-ഓളം രക്ഷിതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിൽ അമ്മമാരാണ് കൂടുതൽ. എന്താ കുട്ടികളോടും അമ്മമാരോടും ഇത്ര ക്രൂരത കാണിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം വംശഹത്യയാണ്. അതാണ് പാലസ്തീനിൽ കാണുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവിടെ പാലസ്തീൻ ജനതയെ കൊടും ക്രൂരതയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. CITU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KG സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻ, P കാരിമ്പു, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശശി രാവണീശ്വരം, രാജൻ പാലക്കി, ദാമോദരൻ നാളിങ്കാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബസംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബസംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സമയത്ത് അവരൊക്കെ സാമൂഹ്യ മുഖ്യധാരയിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത്രയും ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് സാന്ത്വന പരിചരണ രോഗികളായി, അല്ലെങ്കിൽ കിടപ്പിലായവരായി, അല്ലെങ്കിൽ ഹോം കെയർ ആവശ്യമുള്ളവരായി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിൽ സാന്ത്വന പരിചരണ പദ്ധതി എന്ന നിലയിൽ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് കീഴിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആൾ പോലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തവരായി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A കാർത്യായനി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സുമ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK ബാബുരാജ്, മെമ്പർമാരായ രാമകൃഷ്ണൻ, അംപിക, ലത, കുഞ്ഞമ്പു, ഷീപ, രജനി, പ്രീതി, ഡോക്ടർ ഗോപി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ, കമ്മ്യൂണിറ്റി നഴ്സ് വാസന്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലചന്ദ്രൻ കൊട്ടോടിയുടെ മോട്ടിവേഷൻ ക്ലാസ്, കിറ്റ് വിതരണം, കലാപരിപാടികൾ എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട്ടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പണ്ട് വാമനൻ മഹാബലിയെ ഒറ്റയ്ക്കാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെങ്കിൽ ഇന്ന് ഹോട്ടൽ മേഖല നടത്തുന്ന നമ്മളെ മുഴുവൻ ആളുകളും ചേർന്നാണ് അവരുടെ കാലും കയ്യും വെച്ച് നമ്മളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും നമുക്കിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥര്, ഒരു ഭാഗത്ത് നാട്ടുകാര്, ഒരു ഭാഗത്ത് കള്ളുകുടിയന്മാര്. അവർക്ക് വന്നിട്ട് അവരുടെ തോന്നിവാസങ്ങൾ വിളയാടാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണെന്നാണ് ഹോട്ടലിനെ അവരിന്ന് കരുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഭാര്യയോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കുന്നത് ഇപ്പോൾ ഹോട്ടലില്ല. പണ്ട് ദേഷ്യം ഉണ്ടെങ്കിൽ അടുക്കളയിൽ പോയി തീർക്കണമെന്നാണ് പഴഞ്ചൊല്ല് കാരണന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇന്നത് മാറ്റി അവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കാൻ വരുന്നത് എവിടെയാണ്? ഹോട്ടലിൽ.
ഏതെങ്കിലും ഹോട്ടൽ ഉടമസ്ഥൻ ഒന്ന് വാ തുറന്ന് ഒച്ചയൊന്ന് സംസാരിച്ചു പോയാൽ പിറ്റേ ദിവസം വരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനങ്ങളും പരാതികളുമായിട്ട്. അതാ വരുന്നു 2 ദിവസം കഴിയുമ്പം ഒരു ഭാഗത്തു നിന്ന് ഫുഡ് സേഫ്റ്റി, ഒരു ഭാഗത്തു നിന്ന് പഞ്ചായത്ത്, ഒരു ഭാഗത്തു നിന്ന് ഹെൽത്തുകാർ. കാണുന്നവരൊക്കെ എന്താ ചെയ്യുക? കാണുന്നവർ വിചാരിക്കും ഈ ഹോട്ടൽ എന്തോ വലിയ സംഭവം നടന്നു, ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പക്ഷേ നമ്മൾ കാലാകാലങ്ങൾ കൊണ്ട് തഴക്കവും പഴക്കവുമുള്ള ഹോട്ടലുകാർ, വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമുള്ള ഹോട്ടലുകാർ, അവരെ മാനഭംഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ നമ്മളെ നോക്കിക്കാണുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സി ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, ജില്ലാ ട്രഷറർ രഘുവീർ പൈ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി എം ഗംഗാധരൻ റിപ്പോർട്ടും ഹമീദ് കൂളിങ്കാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ഹമീദ് കൂളിങ്കാൽ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി എം ശിശുപാലനെ പ്രസിഡന്റായും സുധീഷ് സൂര്യ വൈസ് പ്രസിഡന്റായും എം ഗംഗാധരനെ സെക്രട്ടറിയായും നജീഷ് ഹുറിഖാനോ ജോയിന്റ് സെക്രട്ടറിയായും ഹമീദ് കൂളിങ്കാൽ ട്രഷററായും സ്ഥാനമേറ്റു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇരിയാപറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം BJP കോടമ്പളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ഇരിയാപറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്. ധർമ്മസമരം BJP സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു. ഈ വൈകുന്നേരം വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊരു സമരത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പറക്കളായി, ലാലൂർ, ഇരിയ ഇങ്ങനെ റോഡ് എത്രയോ വർഷങ്ങളായി, ഏതാണ്ട് 50 വർഷത്തിലധികമായി ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടും പൂർണ്ണമായും ടാർ ചെയ്യാതെയും ഒരു റോഡ് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ എവിടെ നോക്കിയാലും പ്രധാനമന്ത്രി സഡക് യോജനയും കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനികമായ റോഡ് കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയുടെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള 640 കിലോമീറ്ററോളം ദൂരത്തിൽ അത്യന്താധുനികമായ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദേശീയപാത പോവുകയാണ്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രയോജനം ഈ നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ പറക്കളായി മുതൽ ലാലൂർ മുതൽ ഇരിയ വരെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഈ വളരെ വർഷങ്ങൾ നീണ്ടുനിന്ന, വളരെ വർഷങ്ങളായി പൂർണ്ണമായും ടാർ ചെയ്യാത്ത ഒരു റോഡ്, ആ റോഡിൽ കൂടി കുട്ടികൾക്കും വയസ്സന്മാർക്കും രോഗികൾക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇവിടെ സമരം ചെയ്യുന്നത്. കോടമ്പളൂർ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചാൽ CPM-ന്റെ ആളുകൾ താമസിക്കുന്നിടത്ത് മാത്രം റോഡ് ടാർ ചെയ്യുകയും BJP, കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ താമസിക്കുന്ന, ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെയും യാതൊരുവിധ വികസനവുമില്ലാതെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന ഏറ്റവും നാണം കെട്ട ഒരു രീതിയാണ് കോടമ്പളൂർ പഞ്ചായത്ത് കുറെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമരാജ് കാളിക്കടവ്, വെള്ളരിക്കുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്കളായി, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ മുളവന്നൂർ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മേലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി രവി പൂതങ്ങാനം, മണ്ഡലം സെക്രട്ടറി ശാന്ത വയമ്പിൽ, ജ്യോതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രിക്കാലത്തിന്റെ നിറവിൽ നാടും നഗരവും. മഹാനവമിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജവയ്പും നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവം നടന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഉത്സവത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന ആവശ്യം. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി. 90ന്റെ പടിവാതിലെത്തിയ കല്യാണിയമ്മയ്ക്ക് കൃഷി ജീവൻ. വീട്ടുപറമ്പിനോട് ചേർന്ന് ചെയ്ത നെൽകൃഷി കൊയ്തു തുടങ്ങി. ഇറിഗേഷൻ വകുപ്പിലെ പെൻഷനേഴ്സ് കൂട്ടായ്മയായ സ്മൃതി മധുരം സംഗമം നടത്തി. വിവിധ കലാകായിക പരിപാടികളും നടന്നു. ഇരിയാപറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.